ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും യുവർ സൈക്കോമെറ്റ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSc സൈക്കോളജിയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BSc സൈക്കോളജിയിലെ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് Sem1 ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മൊഡ്യൂൾ 3 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഞാനിവിടെ മൊഡ്യൂളിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലേ. അപ്പോൾ ഈ ഹെഡിങ് വായിക്കും നമുക്ക് എന്താണ് ഈ മൊഡ്യൂളിൽ പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൻ്റെ എൻറ്റയർ മൊഡ്യൂളിനെ കുറിച്ച് നമുക്കൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹെഡിങ്ങിലൂടെ പോകണം എന്നുള്ളതാണ്. അപ്പോൾ അതിലുള്ള സെൻട്രൽ ടെൻഡൻസി എന്താണെന്നുള്ളത് ആദ്യം പരിചയപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ മൊഡ്യൂൾ മൊത്തം എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് അതിലോട്ട് കടക്കാമെന്നുള്ളതാണ്. ദ സെൻട്രൽ ടെൻഡൻസി മെഷർ ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ സെൻറ്റർ ഓർ മിഡിൽ ഓഫ് എ സെറ്റ് ഓഫ് ഡാറ്റ വാല്യൂസ്. ഒരു സെറ്റ് ഓഫ് ഡാറ്റ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ സെറ്റ് ഓഫ് ഡാറ്റ വാല്യൂസിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ മിഡിലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പറിനെയാണ് സെൻട്രൽ ടെൻഡൻസി മെഷർ എന്ന് പറയുന്നത്. ഒരു സെറ്റ് ഓഫ് ഡാറ്റ വാല്യൂസ് ഉണ്ടാവും, അതിൻ്റെ സെൻറ്റർ വാല്യൂ അല്ലെങ്കിൽ മിഡിൽ വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പറിനെയാണ് ഇവിടെ സെൻട്രൽ ടെൻഡൻസി മെഷർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ 3 കോമൺലി യൂസ്ഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആർ ദ മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഓക്കെ, നമ്മളിവിടെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മൂന്ന് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്? മീന്, മീഡിയൻ ആൻഡ് മോഡ് എന്ന് പറയുന്നത്. Central tendency is defined as the statistical measure that identifies a single value as representative of an entire distribution. ഈ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ്. എന്തിൻ്റെ? ഒരു എൻറ്റയർ ഡിസ്ട്രിബ്യൂഷനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ വാല്യൂവിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ വാല്യൂവിനെയാണ് നമ്മളിവിടെ സെൻട്രൽ ടെൻഡൻസി, ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറിനെയാണ് നമ്മൾ ഇവിടെ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് ആൻ അക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എൻറ്റയർ ഡാറ്റ. അതിൻ്റെ എയിം എന്താണ്? ഒരു എൻറ്റയർ ഡാറ്റ, മൊത്തം ഡാറ്റയ്ക്കും ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വിവരണം കൊടുക്കുക. അതാണ് ഈ ഒരു സെൻട്രൽ ടെൻഡൻസീൻ്റെ എയിം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സിംഗിൾ വാല്യൂ ദാറ്റ് ഈസ് മോസ്റ്റ് ടിപ്പിക്കൽ ഓർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ കളക്റ്റഡ് ഡാറ്റ. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയെ നമ്മൾ കൂടുതലായിട്ടും റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു സിംഗിൾ വാല്യൂ, ആ ഒരു മൊത്തം ഡാറ്റേനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു സിംഗിൾ വാല്യൂവിനെയാണ് ഇവിടെ സെൻട്രൽ ടെൻഡൻസി. നമ്മൾ പറയുന്നത് സെയിം കൺസെപ്റ്റ് തന്നെയാണ്, അത് പല വേർഡ്സിൽ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ മൊത്തം ഡാറ്റേനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന സിംഗിൾ വാല്യൂ ആണ് സെൻട്രൽ ടെൻഡൻസി. അത്രയും മനസ്സിലാക്കി വെക്കുക. ദ ആവറേജ് ക്യാൻ ബി കോൾഡ് ആസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഗ്രൂപ്പ് ആസ് എ ഹോൾ ക്യാൻ ഡിസ്ക്രൈബ്ഡ് ബൈ ദി സിംഗിൾ വാല്യൂ. ഓക്കെ, ആവറേജ് എന്ന് പറയുന്ന സംഭവം, ആ ഒരു ആവറേജ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കിട്ടണം. ചെറിയ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ശരാശരി എന്ന് പറയുന്ന സംഭവം തന്നെയാണ് ആവറേജ്. അപ്പോൾ ആവറേജിനെ നമുക്ക് ഈ ഒരു സിംഗിൾ വാല്യൂ എന്നുള്ളത് വിളിക്കാൻ പറ്റും. എങ്ങനെ? ഈ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ആ ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ വാല്യൂ ആണ്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സിംഗിൾ വാല്യൂ ആണ് ആവറേജ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, അതിനൊക്കെ വിവരിക്കുന്ന ഒരു സിംഗിൾ വാല്യൂ ആണ് ആവറേജ് അല്ലേ. നമ്മൾ ഒരു മൊത്തം ഡാറ്റയുടെ ഇപ്പോൾ ഒരു 10 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആവറേജ് കാണുമ്പോൾ നമുക്കൊരു സിംഗിൾ വാല്യൂ ആണ് കിട്ടുന്നത്. ആ സിംഗിൾ വാല്യൂ എന്താണ്? ആ 10 ഒബ്സർവേഷൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സിംഗിൾ വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് ആവറേജിനെ എന്ത് വിളിക്കാം? സെൻട്രൽ ടെൻഡൻസി എന്ന് പറയാം അല്ലേ. സെൻട്രൽ ടെൻഡൻസി ആണ് ആവറേജ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സെൻട്രൽ ടെൻഡൻസി എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ സെൻട്രൽ ടെൻഡൻസി ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിംഗിൾ വാല്യൂവിനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് വിളിക്കുന്നത്. അത്രയും മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആവറേജസ് ആണ്. കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആവറേജുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തെ അരിത്മെറ്റിക് മീന്, മീഡിയൻ, മോഡ്, ജിയോമെട്രിക് മീന്, ഹാർമോണിക് മീന്. ഓക്കെ, ഈ 5 ആവറേജസും നമ്മൾ സെപ്പറേറ്റ്
ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഐഡിയൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇറ്റ് should be rigidly defined so that different persons may not interpret it differently. അതായത് ഈ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എല്ലാം റിജിഡ്ലി ഡിഫൈൻഡ് ആണ്, വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല പല ആൾക്കാർ വായിക്കുമ്പോൾ അത് പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള. ഇപ്പം ഞാൻ ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി വായിച്ചു, അപ്പോൾ എനിക്കൊരു രീതിയിലാണ് ഇൻ്റർപ്രറ്റ് ചെയ്തത്, വേറൊരാൾ വായിച്ചപ്പോൾ വേറൊരു രീതിയിലാണ് ഇൻ്റർപ്രറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് പേഴ്സൺസ് വായിക്കുമ്പോൾ ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ കിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അത്രയും റിജിഡ്ലി ഡിഫൈൻഡ് ആയിട്ടാണ് ആ ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉള്ളത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും വായിക്കുമ്പോഴും എല്ലാവരും വായിക്കുമ്പോൾ സെയിം ഇൻ്റർപ്രിട്ടേഷനാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് റിജിഡ്ലി ഡിഫൈൻഡ് ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. നമുക്ക് എന്താണ് സിമ്പിളായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. ഇനി ബേസ്ഡ് ഓൺ ഓൾ ദ ഒബ്സർവേഷൻ ഓഫ് ദ ഡാറ്റ. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിലുള്ള ഒബ്സർവേഷൻസ്, ഇപ്പോൾ ഒരു ഡാറ്റയിൽ 10 ഒബ്സർവേഷൻസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ 10 ഒബ്സർവേഷൻസിനെയും ഈ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ബേസ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സിംഗിൾ വാല്യൂ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, എല്ലാ ഒബ്സർവേഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ക്യാപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. അതായത് മുന്നോട്ടുള്ള ഈ ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്തിട്ട് ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, അടുത്ത മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനൊക്കെ നമുക്കത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇറ്റ് ഷുഡ് നോട്ട് ബി മച്ച് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എന്താണ് ഇത്, എക്സ്ട്രീം വാല്യൂസ് ഒന്നും ഇതിനെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ലീസ്റ്റ് അഫക്റ്റഡ് ബൈ ദ ഫ്ലക്ച്വേഷൻസ് ഓഫ് സാമ്പിളിങ്ങിൻ്റെ ഫ്ലക്ച്വേഷൻ, അതായത് സാമ്പിളിങ്ങിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ചിലപ്പോൾ ഇത് ചെറുതായിട്ടുള്ള രീതിയിൽ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ഈസി ടു ഇൻ്റർപ്രറ്റ്. അതായത് നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പം ഇത്രയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റോ ഡാറ്റയിൽ എങ്ങനെയാണ് നമ്മൾ അരിത്മെറ്റിക് മീൻ കാണുക എന്നുള്ള ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് ഇതാണ് എക്സ് ബാർ കേട്ടോ. എക്സിൻ്റെ മുകളിലൊരു വര ഇടുന്നതിന് നമ്മൾ എക്സ് ബാർ എന്നാണ് പറയുന്നത്. ഈ എക്സ് ബാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന അരിത്മെറ്റിക് മീനിനെയാണ്. അരിത്മെറ്റിക് മീനിനെ നമ്മൾ എക്സ് ബാർ എന്ന് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഇത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സം ഓഫ് എക്സ് ഐ ബൈ എൻ. ഓക്കെ, ഈ എക്സ് ഐ എന്ന് പറയുന്നത്, സം ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എത്ര ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ എത്ര സ്കോർസ് ആണ് തന്നിട്ട് അതെല്ലാം നമ്മൾ ആഡ് ചെയ്യുക, അതാണ് സം ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ എൻ. എൻ എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് സ്കോർസ്, എത്ര സ്കോർസാണ് നമുക്ക് തന്നിട്ടുള്ളത് അത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻ ഈസ് ദ സാമ്പിൾ സൈസ്. സാമ്പിൾ സൈസ് എന്ന് പറയുമ്പോൾ എത്ര എണ്ണം ഒബ്സർവേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്, ആ എണ്ണത്തിനെയാണ് നമ്മളിവിടെ എൻ എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഓരോ പ്രോബ്ലംസ് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്താണ് സംഭവം എന്നുള്ളതൊന്ന് ജസ്റ്റ് ഇങ്ങനെ വായിച്ച് പോകണമെന്നുള്ളൂ. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ഇതിൻ്റെ പുറകെ വരും, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എന്നുള്ളതാണ്. അടുത്ത ഡാറ്റ ആയിട്ടുള്ള അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ എങ്ങനെയാണ് അരിത്മെറ്റിക് മീൻ കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. AM ഇസ് ഈക്വൽ ടു സം ഓഫ് എക്സ് ഐ എഫ് ഐ ബൈ ക്യാപിറ്റൽ എൻ. ഓക്കെ, എന്താണ് എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസി ഇൻ ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസ്സിൻ്റെയും ഫ്രീക്വൻസി നമുക്ക് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ എഫ് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എക്സ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻസ്, എൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ടോട്ടലിനെയാണ് നമ്മൾ എൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ എങ്ങനെയാണ് അരിത്മെറ്റിക് മീൻ കാണുക എന്നുള്ളത്. അരിത്മെറ്റിക് മീൻ ഇസ് ഈക്വൽ ടു സം ഓഫ് എം ഐ എഫ് ഐ ബൈ ക്യാപിറ്റൽ എൻ ആണ്. ഇവിടെ എം എന്ന് പറയുന്നത് മിഡ് വാല്യൂസ് ഓഫ് ഈച്ച് ക്ലാസ്, ഓരോ ക്ലാസ്സിൻ്റെയും മിഡ് വാല്യൂസ് എത്രയാണ് അതിനാണ് എം എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എഫ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസികൾ, ഓരോ ക്ലാസ്സിന് ഓരോ ഫ്രീക്വൻസി തന്നിട്ടുണ്ടായിരിക്കും, അതാണ് ഇവിടെ എഫ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എൻ എന്താണ്, ടോട്ടൽ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇക്വേഷൻസ് ഇങ്ങനെ വായിച്ചു പോയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഇക്വേഷൻസ് വെച്ചിട്ട് ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ തറാവും എന്നുള്ളതാണ് കേട്ടോ. അടുത്ത് നമ്മൾ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ദ അരിത്മെറ്റിക് മീൻ ആണ്. ഇഫ് എ കോൺസ്റ്റന്റ് വാല്യൂ ഈസ് ആഡഡ് ടു ദ ഓൾ ദ ഒബ്സർവേഷൻസ്, അരിത്മെറ്റിക് മീൻ ഓഫ് ദ ന്യൂ സീരീസ് ഗെറ്റ്സ് ഇൻക്രീസ്ഡ് ബൈ ദ സെയിം കോൺസ്റ്റന്റ്. നമ്മളിപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിലുള്ള എല്ലാ ഒബ്സർവേഷൻസിൻ്റെയും കൂടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു സീരീസ് കിട്ടും. ആ പുതിയ സീരീസിൻ്റെ അരിത്മെറ്റിക് മീനും എന്താണ്, ആ സെയിം കോൺസ്റ്റന്റ് വെച്ചിട്ട് ഇൻക്രീസ്ഡ് ആയിട്ടുണ്ടാകും.
അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയുടെ കൂടെ കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് 2 വെച്ചിട്ട് ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം എല്ലാ ഒബ്സർവേഷൻസിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് ഒരു പുതിയ സീരീസ് കിട്ടും. ആ പുതിയ സീരീസിൻ്റെ പുതിയ സീരീസിൻ്റെ അരിത്തമെറ്റിക് മീനും ഈ 2 വെച്ചിട്ട് ഇൻക്രീസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ പഴയ അരിത്തമെറ്റിക് മീനിൻ്റെ കൂടെ +2 കൂട്ടി കഴിഞ്ഞാൽ പുതിയ സീരീസിൻ്റെ അരിത്തമെറ്റിക് മീൻ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ എല്ലാ ഒബ്സർവേഷൻസിൽ നിന്നും ഈ പറയുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് കിട്ടിയ പുതിയ സീരീസിൻ്റെ അരിത്തമെറ്റിക് മീനിൽ നിന്ന് ആ സെയിം കോൺസ്റ്റൻറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പുതിയ സീരീസിൻ്റെ അരിത്തമെറ്റിക് മീൻ കിട്ടും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് അടുത്തതും വരുന്നത്. ഇഫ് ഓൾ ദ ഒബ്സർവേഷൻസ് ആർ മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റൻറ്റ്. എല്ലാ ഒബ്സർവേഷൻസും ഒരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഗുണിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ പുതിയ സീരീസിൻ്റെ അരിത്തമെറ്റിക് മീനും ആ സെയിം കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ആ ഒബ്സർവേഷൻസിനെ ഒരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പുതിയ സീരീസ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു സീരീസ് കിട്ടുമല്ലോ. ആ സീരീസിൻ്റെ അരിത്തമെറ്റിക് മീനും ആ സെയിം കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ദ സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ടേക്കൺ ഫ്രം ദ അരിത്തമെറ്റിക് മീൻ ഈ 0. അരിത്തമെറ്റിക് മീനിൽ നിന്നും നമ്മൾ എല്ലാ ഒബ്സർവേഷൻ്റെയും സം ഓഫ് ഡീവിയേഷൻസ് എടുക്കുമ്പോൾ അത് 0 ആയിരിക്കുന്നു. അതായത് അരിത്തമെറ്റിക് മീനിൽ നിന്ന് നമ്മൾ എല്ലാ ഒബ്സർവേഷൻസിൻ്റെയും ഡീവിയേഷൻസ് എടുത്തു, ആ ഡീവിയേഷൻ്റെ സം എപ്പോഴും 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻ ഈസ് ലീസ്റ്റ് വെൻ മെഷേർഡ് ഫ്രം ദ മീൻ. നമ്മൾ മീനിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ നമ്മുടെ സം ഓഫ് സ്ക്വയേഴ്സ് ഈ സം ഓഫ് ഡീവിയേഷൻസിൻ്റെ സ്ക്വയർ ഉണ്ടാവുമല്ലോ, എല്ലാ ഒബ്സർവേഷൻസിൽ നിന്നുള്ള ഈ സ്ക്വയേഴ്സ് ഓഫ് സം ഓഫ് ഡീവിയേഷൻ്റെ സ്ക്വയർ ലീസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. മീനിൽ നിന്ന് എടുക്കുമ്പോഴാണ് ഈ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ലീസ്റ്റ് ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് 4 പ്രോപ്പർട്ടീസാണ് അരിത്തമെറ്റിക് മീനുള്ളത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന മെറിറ്റ്സ് ഓഫ് അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീനിൻ്റെ മെറിറ്റുകൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഈസിലി കാൽക്കുലേറ്റഡ്. എന്താണത്? നമുക്ക് പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ, ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇറ്റ് ഈസ് റിജിഡ്ലി ഡിഫൈൻഡ് ബൈ ദ മാത്തമാറ്റിക്കൽ ഫോർമുല. അല്ലേ, റിജിഡ്ലി ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ചിട്ട് അതിനെ ഫിക്സ് ആക്കി വെച്ചേക്കാണ്. അത് വേറൊരാൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ആ പറയുന്ന മാത്തമാറ്റിക്കൽ ഫോർമുലയ്ക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കില്ല. സെയിം സാധനം തന്നെയാണ് എല്ലാവരും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു മാത്തമാറ്റിക്കൽ ഫോർമുല എപ്പോഴും റിജിഡ്ലി ഡിഫൈൻഡ് ആയിട്ടാണ് അരിത്തമെറ്റിക് മീനിൻ്റെ ഉള്ളത് എന്നുള്ളത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദ ഒബ്സർവേഷൻസ്. എല്ലാ ഒബ്സർവേഷൻസിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അരിത്തമെറ്റിക് മീൻ കാണുന്നത്. ഇറ്റ് ഈസ് ലീസ്റ്റ് അഫക്റ്റഡ് ബൈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ്. സാമ്പിളിങ്ങിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ എന്ത് ചെയ്യും? ഇത് ചെറുതായിട്ട് ഈ അരിത്തമെറ്റിക് മീനിനെ ചെറിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് കാപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്. നമുക്ക് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്തുകൊണ്ട് അടുത്ത മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പൈൻഡ് മീൻ കാണുന്നത് എങ്ങനെയാണ്? ആദ്യം അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ കമ്പൈൻഡ് മീൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതെന്താണ്? ഒരു ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ അതിന് നമുക്ക് ഈ പറയുന്ന അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അടുത്ത് പറയുന്നത് ഡിമെറിറ്റ്സ് ആണ്. ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോരായ്മകൾ. അരിത്തമെറ്റിക് മീനിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഇറ്റ് മേ നോട്ട് ബി ആൻ ഒബ്സർവേഷൻ ഇൻ ദ റിയൽ ഡാറ്റ സെറ്റ്. നമുക്ക് തന്നിട്ടുള്ള ഒരു റിയൽ ആയിട്ടുള്ള ഡാറ്റ സെറ്റ് ഉണ്ടായിരിക്കുമല്ലോ, അതിലുള്ള ഓരോ ഒബ്സർവേഷൻ തന്നെ ആവണം എന്നില്ല ഈ നമുക്ക് കിട്ടുന്ന അരിത്തമെറ്റിക് മീൻ എന്ന്. ഇഫ് ദ ഒബ്സർവേഷൻസ് ആർ ഹോൾ നമ്പേഴ്സ്, എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഒബ്സർവേഷൻസ് ഹോൾ നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. ദെയർ അരിത്തമെറ്റിക് മീൻ മേ ടേൺ ഔട്ട് ടു ബി വാല്യൂ വിത്ത് ഡെസിമൽ പോയിന്റ്. അതിൻ്റെ അരിത്തമെറ്റിക് മീൻ ചിലപ്പോൾ എങ്ങനെയാവാം? ഡെസിമൽ പോയിന്റ് വെച്ചിട്ടുള്ളതായിരിക്കും. നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളിലൊന്നും പോയിന്റ് ഇല്ലാത്ത ഒബ്സർവേഷൻസ് ആണെന്ന് വിചാരിക്കുക. പോയിന്റ് ഇല്ലാത്ത ഒബ്സർവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അരിത്തമെറ്റിക് മീൻ കിട്ടുമ്പോൾ പോയിന്റ് ഉള്ളതായിരിക്കും. ആ പോയിന്റ് ഉള്ള സംഖ്യ നമ്മുടെ റിയൽ ഡാറ്റയിൽ ഉള്ളതല്ലല്ലോ. അതാണ് പറയുന്നത്, നമ്മുടെ തന്നിട്ടുള്ള റിയൽ ഡാറ്റയിലുള്ള ഒബ്സർവേഷൻസ് തന്നെ ആവണം എന്നില്ല നമുക്ക് കിട്ടുന്ന അരിത്തമെറ്റിക് മീന്. മേ ബി അത് ഡെസിമൽ പോയിന്റ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ദ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ അരിത്തമെറ്റിക് മീൻ കാണുന്നതിൽ അഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീനിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് സൂയിറ്റബിൾ ഫോർ നോമിനൽ ഓർ ഓർഡിനൽ ഡാറ്റ. ഓക്കെ, ഇത് നോമിനൽ അല്ലെങ്കിൽ ഓർഡിനൽ ഡാറ്റേനെ സൂയിറ്റബിൾ അല്ല. നമ്മൾ മൊഡ്യൂള് 1 ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ 4 സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ട്. അതിലത്തെ 2 നോമിനലും ഓർഡിനൽ എന്ന് പറയുന്നത്. നോമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെയിമിംഗ് ഒക്കെ കൊടുക്കുന്ന ആ ഡാറ്റേനെയാണ് നമ്മൾ നോമിനൽ എന്ന് പറയുന്നത്. ഓർഡിനൽ ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ റാങ്ക് പബ്ലിഷ് ചെയ്യുക, അതുപോലെ റാങ്കുകൾ എങ്ങനെയാണ്? അത് ഓർഡർ വൈസിലാണ് അല്ലേ. അപ്പോൾ അതാണ് ഓർഡിനൽ ഡാറ്റ. ഓർഡറായിട്ട് കൊടുത്തിരിക്കുന്ന ഡാറ്റകളാണ് ഓർഡിനൽ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോമിനൽ അല്ലെങ്കിൽ ഓർഡിനൽ ഡാറ്റയ്ക്കൊന്നും അരിത്തമെറ്റിക് മീൻ
സൂയിറ്റബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ യൂസസ്? ഇറ്റ് ഈസ് മോർ സൂയിറ്റബിൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇൻ കേസ് ഓഫ് ഇൻ്റർവെൽ ആൻഡ് റേഷ്യോ ഡാറ്റ ആൻഡ് ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് മെഷർ. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നോമിനൽ അല്ലെങ്കിൽ ഓർഡിനൽ ഡാറ്റയ്ക്ക് എന്താണ് ഈ അരിതമെറ്റിക് മീൻ സൂയിറ്റബിൾ അല്ല. പക്ഷേ ഇവിടെ പറയുന്നത് ഇൻ്റർവെൽ അല്ലെങ്കിൽ റേഷ്യോ ഡാറ്റയ്ക്കൊക്കെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതലായിട്ടും അതിന് സൂയിറ്റബിൾ ആയിട്ടുള്ള ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് അരിതമെറ്റിക് മീൻ. ഇൻ്റർവെൽ അല്ലെങ്കിൽ റേഷ്യോ ഡാറ്റയാണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മെഷറാണ് അരിതമെറ്റിക് മീൻ. മോസ്റ്റ് ഓഫ് ദ പാരാമെട്രിക് ടെസ്റ്റസ് ഇൻവോൾവ് അരിതമെറ്റിക് മീൻ. ഓക്കെ, ഈ പാരാമെട്രിക് ടെസ്റ്റുകളിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ അരിതമെറ്റിക് മീൻ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അരിതമെറ്റിക് മീൻ ഇൻവോൾവ് ആണ്. അരിതമെറ്റിക് മീൻ കണ്ടുപിടിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ പാരാമെട്രിക് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട് ടി ടെസ്റ്റ്, സെഡ് ടെസ്റ്റ്, എഫ് ടെസ്റ്റ് എക്സെട്ര ഇൻ ദെയർ കാൽക്കുലേഷൻ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ടി ടെസ്റ്റ് അല്ലെങ്കിൽ സെഡ് ടെസ്റ്റ്, എഫ് ടെസ്റ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അരിതമെറ്റിക് മീൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ നമ്മൾ ഇനി വരുന്ന സെമ്മുകളിലൊക്കെ പഠിക്കുന്നുള്ളതാണ് കേട്ടോ. 2 or more groups can be easily compared for their average performance based on arithmetic mean. 2 അതിലധികമോ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ 2 3 അതിലധികമോ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്യണം. ഈസിലി കമ്പയർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അരിതമെറ്റിക് മീൻ യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഗ്രൂപ്പിൻ്റെ അരിതമെറ്റിക് മീനും രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ അരിതമെറ്റിക് മീനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവ തമ്മിലുള്ള ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അവ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിലി പറ്റും എന്നുള്ളതാണ് അരിതമെറ്റിക് മീൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ. അരിതമെറ്റിക് മീനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് കമ്പൈൻഡ് മീൻ എന്ന് പറയുന്നത്. ഈ കമ്പൈൻഡ് മീനും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അരിതമെറ്റിക് മീൻ എന്ന് പറയുന്ന ഒരു പോർഷൻ തന്നെ കംപ്ലീറ്റ് ആവും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസും പിന്നെ അതിൻ്റെ അടുത്ത വീഡിയോയിൽ മീഡിയൻ പുതിയൊരു ആവറേജുമായിട്ട് നമ്മൾ വരാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കമ്പൈൻഡ് മീൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. If there are n1 observations in the first set and n2 in the second set, അതായത് ഒരു സെറ്റ് ഉണ്ട്, ആ സെറ്റിൽ n1 ഒബ്സർവേഷൻസ് ഉണ്ട്, രണ്ടാമത്തെ സെറ്റിൽ n2 ഒബ്സർവേഷൻസ് ഉണ്ട്. ആൻഡ് ആൾസോ x1 ആൻഡ് x2 ഡിനോട്ട് ദെയർ റെസ്പെക്റ്റീവ് മീൻ. അതായത് n1 ഒബ്സർവേഷൻസ് ഉള്ള ഫസ്റ്റ് സെറ്റിൻ്റെ അരിതമെറ്റിക് മീൻ എന്ന് പറയുന്നത് x1 ആണ്. ഇനി n2 എന്ന് പറയുന്ന ഒബ്സർവേഷൻസ് ഉള്ള സെക്കൻഡ് സെറ്റിൻ്റെ അരിതമെറ്റിക് മീൻ എന്ന് പറയുന്നത് x2 ആണ്. Then the combined mean of n1 plus n2 observations is given by. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകളും തമ്മിലുള്ള കമ്പൈൻഡ് മീനാണ്, അതിൻ്റെ ഇക്വേഷൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദ x12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ xc അല്ലെങ്കിൽ x12 എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. രണ്ടും കമ്പൈൻഡ് മീനിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ xc ഇസ് ഈക്വൽ ടു n1 x1 പ്ലസ് n2 x2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ഇപ്പോൾ ഇവിടെ x12 എന്ന് പറയുന്നത് അല്ലെങ്കിൽ xc എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കമ്പൈൻഡ് മീൻ ഓഫ് ദ 2 ഗ്രൂപ്പ്സ് ആണ്. രണ്ട് ഗ്രൂപ്പിൻ്റെ മീനുകളും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അർത്ഥം. x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ അരിതമെറ്റിക് മീന്. x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ അരിതമെറ്റിക് മീന്. n1 എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദ ഫസ്റ്റ് ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ എത്ര ഐറ്റംസ് ആണോ ഉള്ളത് അതിൻ്റെ എണ്ണമാണ് n1. n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദ സെക്കൻഡ് ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ എത്ര ഐറ്റംസ് ആണോ ഉള്ളത് അതാണ് n2 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയിൽ നമ്മൾ തിയറീസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഇക്വേഷനും അതുപോലെ തന്നെ എന്താണ് ഈ കൺസെപ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് പറയാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.